നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിന് എന്ത് പ്രതിസന്ധി? ലീഗിൽ ഇപ്പോൾ ഒന്നാമതാണ്. ഇപ്പോൾ ബാഴ്സ ജയിച്ചാൽ തന്നെ ഒറ്റ പോയിൻ്റ് മാത്രമേ ബാഴ്സ മുന്നിലെത്തൂ. ചാമ്പ്യൻസ് ലീഗിൽ അവർ ടോപ്പ് 8 ഫിനിഷ് ചെയ്യും എന്ന രൂപത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രതിസന്ധി എന്ന് പറയാൻ ഒന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. സാക്കിയത് ഇത്ര നേരത്തെ ആയില്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്തായാലും ആർബിലോ വന്ന് കാര്യങ്ങൾ റൈറ്റ് ട്രാക്കിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതിൽ ഈ സീസണിൽ റയലിൻ്റെ മുന്നേറ്റത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചയാൾ കിലിയൻ എംബാപ്പെ തന്നെയാണ്. എംബാപ്പെ മനം കവരും, എംബാപ്പെ ഗോളടിക്കും, എംബാപ്പെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ കൂട്ടത്തോടങ്ങ് വാരിക്കൊണ്ടുപോകും. കളിയാക്കുന്നവർക്ക് തുടരാം. ഏതോ ഒരു കളി വെച്ചിട്ടല്ലേ ഈ മനം കവർ അങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കണോ? ഇയാളിവിടെ ഗോളടിക്കുന്നു, ഗോളടിച്ച് കൂട്ടുന്നു, റെക്കോർഡുകൾ കടപുഴക്കുന്നു, അവാർഡുകൾ വാരിക്കൂട്ടുന്നു. നോക്കി നിൽക്കുക നിങ്ങൾ. ഏതായാലും കിലിയൻ എംബാപ്പയ്ക്ക് ഈ സീസണിൽ 13 മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങളായി. റയലിൻ്റെ കാര്യത്തിൽ റയലിൻ്റെ മാത്രം കാര്യം എടുത്താൽ അദ്ദേഹത്തിൻ്റെ 7 അയലത്ത് മറ്റാരും ഇല്ല. ആർദ ഗ്യൂളർക്ക് 3 മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ, വിനി ജൂനിയർക്ക് 3 മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ. അവരാണ് പിന്നെ തൊട്ടുപുറകിലുള്ളത്. ബെല്ലിംഗാമിനും ഗോൺസാലോക്കും ഓരോ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങളുണ്ട്. സോ ഈ സീസണിൽ എംബാപ്പെ എത്ര ഫോമിലാണ് എന്നത് കാണിക്കുന്ന കൃത്യമായ വ്യക്തമായ കണക്കാണത്. ഇനി നോക്കുക, ഈ സീസണിൽ ലീഗയിൽ ഗോളടിയുടെ കാര്യത്തിൽ മറ്റാർക്കെങ്കിലും അദ്ദേഹത്തിനൊപ്പം പിടിക്കാൻ പറ്റുമോ? അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണെന്ന് തന്നെ പറയേണ്ടി വരും. 21 ഗോളുകളുമായിട്ട് അദ്ദേഹം ഒന്നാമതാണ്. 20 കളികളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ 21 ഗോളുകൾ വന്നിരിക്കുന്നത്. രണ്ടാമതുള്ള മയോർക്കയുടെ വേദത്ത് മൊഴൈക്കിക്ക് 14 ഗോളുകളും മൂന്നാമതുള്ള ബാഴ്സലോണയുടെ ഫെറാൻ ടോറസിന് 11 ഗോളുകളുമേയുള്ളൂ എന്നതൊന്ന് നോക്കണം നിങ്ങൾ. ഇനി എംബാപ്പയുടെ ഒരു മികവിൻ്റെ കൃത്യമായ കണക്കെടുത്താൽ ഈ സീസണിൽ 32 കളികളിൽ നിന്ന് 47 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആയിരിക്കുന്നു. ഇനി അദ്ദേഹം റയൽ മാഡ്രിഡിനായിട്ട് ഇതുവരെ 87 മത്സരങ്ങളാണ് കളിച്ചത്. 87 ഗോൾ കോൺട്രിബ്യൂഷൻസുമായിരിക്കുന്നു. അതായത് 78 ഗോളുകളും 9 അസിസ്റ്റുകളും. സോ എംബാപ്പെ വേറെ ലെവലാണ്. ഒരുപക്ഷെ ഇന്ന് ഫുട്ബോൾ ലോകത്തുള്ള ഏറ്റവും മികച്ച താരങ്ങളുടെ ലിസ്റ്റിൽ തലപ്പത്തുള്ളയാളും എംബാപ്പെ തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.